മണ്ണാർക്കാട് നഗരസഭയുടെ അമരക്കാരനായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയോ പുരുഷനോ ആര് വന്നാലും അവരെ സ്വാഗതം ചെയ്യുമെന്ന് ടി.ആർ. സെബാസ്റ്റ്യൻ. വാർഡ് വിഭജനത്തെ തുടർന്ന് മണ്ണാർക്കാട് നഗരസഭയിലെ 29 വാർഡ് എന്നത് 30 പ്രതീക്ഷിക്കാത്ത പല വാർഡുകളും വനിതകളും പട്ടികജാതിയിൽപ്പെട്ട വനിതകളും കൈയടക്കി. പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരും നിരാശരായി. എന്നാൽ മണ്ണാർക്കാട് നഗരസഭ പട്ടികജാതിയിൽപ്പെട്ട വനിത ഭരിക്കട്ടെ എന്നാണ് ടി.ആർ. ആഗ്രഹിക്കുന്നത്. താഴെ തട്ടിലുള്ളവരും മനുഷ്യരാണ്. അവർക്കും അർഹതപ്പെട്ട അംഗീകാരം കിട്ടണം. ജനാധിപത്യ വ്യവസ്ഥയിൽ 50% സംവരണമുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതോടൊപ്പം നഗരസഭാ ചെയർപേഴ്സണായി വരുന്നവരെ പിന്തുണയ്ക്കണമെന്നും ടി.ആർ. വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് നഗരസഭയിലെ സംവരണ വാർഡുകളുടെയും അതുപോലെ തന്നെ ജനറൽ വാർഡുകളുടെയും ഒക്കെ തീരുമാനം വന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ 29 വാർഡായിരുന്നു മണ്ണാർക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ 30 വാർഡുകളായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിൽ പുതിയ വാർഡ് ഉൾപ്പെടെ എല്ലാ വാർഡുകളിലേക്കും നറുക്കെടുപ്പ് നടന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന പല ജനറൽ വാർഡുകളും വനിതാ വാർഡുകളും അതുപോലെ തന്നെ റിസർവേഷൻ വാർഡുകൾ പട്ടികജാതി വനിത തുടങ്ങിയ വാർഡുകളായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലുണ്ടായ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിശിഷ്ടമായൊരു നേട്ടമായിരുന്നു പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ രാജ്യത്ത് നടപ്പിലായത്. അങ്ങനെ ആ ബില്ല് നടപ്പിലായതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയ ഗവൺമെന്റുകളുടെ ഇടപെടലിന്റെ ഫലമായി നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 33% വനിതാ സംവരണം എന്ന ഒരു വാദത്തെ 50% വനിതകൾക്ക് റിസർവ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊച്ചു കേരളം മാതൃക സൃഷ്ടിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരുന്ന സമയത്ത് വാർഡ് വിഭജനവുമായി ഉണ്ടായിട്ടുള്ള നിലവിലുള്ള അവസ്ഥ വളരെ പ്രോത്സാഹനജനകവും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾക്കും പട്ടികജാതിക്കാർ പിന്നോക്കക്കാർ തുടങ്ങിയവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 30-ാം തീയതിയാണ് ചെയർമാന്റെ പദവിയിലുള്ള പോസ്റ്റിലേക്ക് ചെയർപേഴ്സന്റെ പദവിയിലുള്ള പോസ്റ്റിലേക്ക് നറുക്കെടുപ്പ് നടക്കുന്നത്. അങ്ങനെ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് വരെ മണ്ണാർക്കാട് പട്ടികജാതിക്കാരനും പട്ടികജാതി വനിതയും ഒന്നും ചെയർപേഴ്സണായി വന്നിട്ടില്ല. എന്നാൽ ജനറലും അതുപോലെ തന്നെ വനിതാ റിസർവേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഒരു പട്ടികജാതി വനിത അതുപോലെ ഒരു പട്ടികജാതിക്കാരനൊക്കെ നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന പദവിയിലേക്ക് എത്തും എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ആഹ്ലാദകരമായ ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ഒരു ചെയർപേഴ്സണും കൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ചെയർപേഴ്സണോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്, എന്റെ പാർട്ടിക്കുള്ളത്. ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ്. ഒക്ടോബർ 30-ന് ചെയർപേഴ്സൺ സംവരണ സീറ്റിലേക്കുള്ള നറുക്കെടുപ്പ് ഉണ്ടാകും. ആർക്കാണോ നറുക്ക് വീഴുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുവാനാണ് തന്റെയും പാർട്ടിയുടെയും തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് എന്നാണ് അദ്ദേഹവും ചോദിക്കുന്നത്.